ഹലോ നമസ്കാരം, വിജേഷ് തൃപ്പൂണിത്തുറയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊരു ട്രാവൽ വീഡിയോ ആയിട്ടല്ല വരുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ടിവിയുടെ റിമോട്ട്. ഇതെല്ലാം കേടായി കഴിയുമ്പോൾ എന്താണ് നമുക്ക് എമർജൻസി ആയിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് വരാം. ആദ്യം പെട്ടെന്ന് ഒരു റിമോട്ട് കേടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ തട്ടും, പിന്നെ ഒന്ന് ഇടിക്കും, പിന്നെ എറിയും, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു റിമോട്ടാണ്, ഇത് വർക്കിംഗ് അല്ല. ഇതിന്റെ റിമോട്ടിനകത്ത് ഇതിന്റെ ബാറ്ററി ഒന്ന് അഴിച്ച് റിമൂവ് ചെയ്യുക. ബാറ്ററി റിമൂവ് ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ ആ ബാറ്ററി പഴയതാണെന്നുണ്ടെങ്കിൽ സംശയമില്ലാതെ നമ്മൾ ആ റിമോട്ടിന് പുതിയൊരു ബാറ്ററി നമ്മൾ ഇട്ട് നോക്കുക. ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആണെങ്കിൽ രക്ഷപ്പെട്ട്. നേരെ മറിച്ച് ഇതിന്റെ ഉള്ളിലുള്ള ഒരു കോണ്ടാക്ട് ഉണ്ട്, അതിങ്ങനെ ഒരു കോണ്ടാക്ട് ഉണ്ട്. ഈ കോണ്ടാക്ടുകളിൽ മിക്കവാറും 4 കോണ്ടാക്ട് ഉണ്ട്. ആ കോണ്ടാക്ടുകളിൽ മിക്കവാറും പഴയ റിമോട്ടിന് പഴയ ബാറ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ വെള്ള ക്ലാവ് പോലൊക്കെ ഉണ്ടാവും. അതൊരു ബ്ലേഡോ കത്തി എന്തെങ്കിലുമൊക്കെ വെച്ച് പതുക്കെ ഒന്ന് സ്ക്രാച്ച് ചെയ്യാം. എന്നിട്ട് ബാറ്ററി ഇട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഓക്കെ ആയേക്കാം. മിക്കവാറും അങ്ങനെ കിട്ടുക. ഞാൻ ഈ പറഞ്ഞു തരുന്നത് 50-50 ചാൻസ് ആണ് ഞാൻ പറയുന്നത്. മിക്കവാറും അതിനകത്ത് രക്ഷപ്പെട്ട് കിട്ടേണ്ടതാണ്. നമുക്ക് ഇവിടെ റിപ്പയറിങ്ങിനായിട്ട് വരുമ്പോൾ തന്നെ ഒരു 50% ഇങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. എന്നിട്ട് നമുക്കത് റെഡി ആയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു റിമോട്ടാണ്, ഇതൊരു സെറ്റ് ബോക്സ് സൺഡയറക്ടൻ റിമോട്ടാണ്. ഇത് നമുക്കൊരു ഒരു കത്തിയോ നമ്മുടെ വീടുകളിൽ കത്തി, ഞങ്ങളിപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഓപ്പണർ ഉണ്ട്. ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് ഞങ്ങൾ അഴിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു 2 പീസാണിത്. ആ 2 പീസാക്കി നമുക്ക് ഇവനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്തെടുക്കണം. ഇതുണ്ടോ, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് കണ്ടല്ലോ. ഇതിനെ കണ്ടോ, ഏതെങ്കിലും ഒരു സൈഡ് വെച്ചിട്ട് നമ്മളിതിനെ പ്രസ് ചെയ്തെടുത്താൽ മതി. 2 പീസാണ് ഇത്. ഞാനിപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് കണ്ടോ, ബ്ലേഡ് ഇതിന്റെ ഉള്ളിലേക്ക് ഈ 2 ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ പൊക്കിയിടുകയാണ്. അപ്പോൾ മിക്കവാറും പെട്ടെന്ന് തന്നെ അത് അഴിഞ്ഞു പോരും. അഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഓരോ സൈഡും കണ്ടോ അഴിഞ്ഞു, ഇതേ അഴിഞ്ഞു പോകുന്നു. 2 പീസാണ്. ഇത് റബ്ബറാണ്. ഈ റബ്ബറിന്റെ ഉള്ളിലൊക്കെ സാധാരണ രീതിയിൽ വെള്ളം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മളൊരു നല്ലൊരു കോട്ടൺ വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് സാധാരണ വരാറുള്ളത്. എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഉള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ശരിക്കും തുടയ്ക്കുക, മറ്റൊന്ന് വെയിലത്ത് വെക്കുക. അപ്പൊ അത് 0 ആയി കിട്ടും, കുഴപ്പമില്ല. എന്നിട്ട് അത് മാറ്റി വെക്കുക. നേരെ മറിച്ച് ഇതിനകത്തും ശരിക്കും നല്ലതായിട്ട് ഈർപ്പമുണ്ട് കേട്ടോ. ഇതിനകത്തും ശരിക്കും വെള്ളമുണ്ട് ഇതിനകത്ത്. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കോട്ടൺ വേസ്റ്റ് എടുക്കുക. കോട്ടൺ വേസ്റ്റ് എടുത്തിട്ട് 1 മിനിറ്റ് കോട്ടൺ വേസ്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് പറ്റുവാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ടിന്നറോ അങ്ങനെയുള്ള ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഈ ടിന്നർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ വേറെ ലോഷനൊക്കെ ഉണ്ട്, എങ്കിലും ടിന്നറാണ് കൂടുതലും ഉപയോഗപ്രദം. ഇതിനകത്ത് ഈ പവർ സ്വിച്ചിന്റെ ഇവിടെ ഇത് ശരിക്കും പ്രസ്സായിട്ട് ആ കാർബൺ ഇതിനകത്ത് ശരിക്കും ഷോർട്ടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് കംപ്ലൈന്റ് ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊന്നും ഇല്ല ഇതിനകത്ത്. കാര്യം ഇതിനകത്തുള്ളത് പിന്നെ ഉള്ളത് ഇത് സെൻസറാണ്. ഈ സെൻസറിന്റെ ലെഗ് മിക്കവാറും ഒടിഞ്ഞു പോവുകയാണെങ്കിൽ ഇത് വർക്കിംഗ് അല്ലാതെ വരാറുണ്ട്. അത് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ വരാറുള്ളത് ഈ IC അല്ലെങ്കിൽ ഇതിന്റെ ഇതിനകത്ത് ക്രിസ്റ്റൽ ഇല്ലാത്തതാണ്. ഇത് കംപ്ലൈന്റ് ആകുമ്പോഴാണ് ശരിക്കും ഇത് പ്രോബ്ലം കാണിക്കാറുള്ളത്. ഇത് ക്ലാവൊന്നുമില്ല ഇതിനകത്ത് ഈ ഒരു പവർ സ്വിച്ചിന്റെ അവിടെ മാത്രം ശരിക്കും ഇതുണ്ട്, ഈ കാർബൺ ഉണ്ട്. ആ ഒരു പ്രോബ്ലം കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇത്ര ഉള്ളൂ കാര്യം, ഇത്രയും ചെയ്താൽ മതി. മിക്കവാറും ഇതിനകത്ത് രക്ഷപ്പെട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിന്റെ ഈ ഒരു കോണ്ടാക്ട് വരേണ്ടത്. ഈ ഒരു ബാറ്ററി കോണ്ടാക്ട് കണ്ടോ, ഈ ഒരു ബാറ്ററി കോണ്ടാക്ട് ഇവിടെ വരണം. അത് കൃത്യമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് പിടിപ്പിക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരണം. അത് കണ്ടോ, അത് തെറ്റിപ്പോകരുത്. ഇപ്പം ഞാൻ ബോർഡ് ഇവിടെ നിന്ന് ഊരുവാണെങ്കിൽ ആ സാധനം അവിടെ ഉണ്ടാവില്ല. കണ്ടോ, അത് കൃത്യമായിട്ട് നമ്മളവിടെ പ്രോപ്പറായിട്ട് അവിടെ ഫിക്സ് ചെയ്യണം. അത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷം പിന്നെ നോർമലി നേരെ വെച്ചു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കിംഗ് ടൈപ്പാണിത്. ഓക്കെയാണ്. നമുക്കിത് അങ്ങനെ ചെക്ക് ചെയ്യും. നമ്മളിതിങ്ങനെ ബാറ്ററി ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ മൊബൈൽ ക്യാമറയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. മൊബൈൽ ക്യാമറയിൽ നമ്മൾ ഇത് കാണിക്കുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ലൈറ്റ് കത്തുന്നുണ്ട്, കാണുന്നത് കാണാം. നമുക്കിപ്പോൾ നേരെ നോക്കി കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റില്ല. നേരെ കുറച്ച് മൊബൈലിന്റെ ക്യാമറയിലാണ് നമ്മളിത് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഓരോ സ്വിച്ചും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ലൈറ്റ് കത്തുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നോർമലി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഇത് ഓക്കെ ആണെന്നാണ്. ഇതുണ്ടോ, ഞാനിപ്പോ സെറ്റ് ബോക്സിന്റെ ആയതുകൊണ്ട് വർക്കിംഗ് ആണ്. വർക്കിംഗ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നോർമലി ആദ്യം ചെയ്യേണ്ടത് ബാറ്ററി ഒന്ന് മാറ്റി നോക്കുക. ബാറ്ററി കോണ്ടാക്റ്റിൽ ക്ലാവ് ഉണ്ടോ നോക്കുക. അതിനുശേഷം നമുക്കൊരു കത്തി ഉണ്ടാവും. നമ്മുടെ വീടുകളിൽ കത്തിയില്ലാത്ത വീടില്ലല്ലോ. കത്തി വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പിലേക്ക് നമ്മളൊന്ന് കത്തി ഇട്ടിട്ട് നമ്മൾ നേരെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പൊങ്ങി പോരണം. അങ്ങനെയാണ് വരാറുള്ളത്. ഇപ്പോ
ടിവിയുടെ ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പവർ സ്വിച്ചുകളാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളെങ്കിൽ ആ പവർ സ്വിച്ചിന്റെ അവിടെയൊക്കെ ശരിക്കും ക്ലാവ് ഉണ്ടാവും. അന്നേരം നമ്മുടെ കയ്യിൽ സാനിറ്റൈസർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സാനിറ്റൈസർ ഒക്കെ ഉണ്ടാവുമല്ലോ, സാനിറ്റൈസർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ബോഡി സ്പ്രേ ഉണ്ടാവുമല്ലോ, ബോഡി സ്പ്രേ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടൊന്ന് ചെറുതായിട്ട് അല്ലെങ്കിൽ പെട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു കോട്ടണിൽ വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് ഒരുപാട് പ്രസ് ചെയ്യേണ്ട, പതുക്കെ ഒന്ന് റബ്ബ് ചെയ്താൽ മതി. അപ്പൊ തന്നെ ആ ഒരു കോൺടാക്റ്റിലൊക്കെ വരുന്ന ആ ഒരു അഴുക്കൊക്കെ മാറുമ്പോൾ അത് ഷോർട്ടായിട്ട് ഇരുന്നാൽ ഒരു കോൺടാക്ട് ഷോർട്ടായി കഴിഞ്ഞാൽ റിമോട്ട് ഒന്നും വർക്ക് ചെയ്യില്ല. അതാണ് സംഭവം, സിമ്പിൾ ആണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ ഇത് അടിച്ച് ഇടിച്ച് ഭിത്തിയിലേക്ക് എറിഞ്ഞ് പലരും പറയാറുണ്ട് കുട്ടികളൊക്കെ എടുത്ത് എറിയുമെന്ന്. അങ്ങനെ ചെയ്ത് കളയണ്ട. പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താലും വളരെ നിസ്സാരമായിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ, ഈ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഈ ഒരു കാര്യത്തിന് നമ്മൾ വീണ്ടും റിമോട്ട് മേടിക്കേണ്ടതായിട്ട് വരും. നമുക്കിപ്പോൾ LG, സാംസങ് തുടങ്ങിയുള്ള ടിവിയുടെ ഒക്കെ റിമോട്ട് ആണെങ്കിൽ നമുക്ക് നല്ല വില കൊടുക്കേണ്ടതായിട്ട് വരും. 100 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 110 രൂപ കൊടുത്താൽ റിമോട്ട് കിട്ടുമെങ്കിൽ പോലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് നിലത്ത് വീണാൽ പെട്ടെന്ന് പോകും. പക്ഷേ ഒറിജിനൽ റിമോട്ടുകളൊക്കെ നമ്മൾ അങ്ങനെ എറിയുമ്പോൾ അത് നമ്മളത് ചെയ്യുന്നത് ശരിയല്ല. കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ വരിക, പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. ഇത് കൂടാതെ ഈ ഒരു ചെറിയ കാര്യങ്ങളാണ്, ഞാനൊരു വളരെ ചെറിയൊരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിനകത്ത് മിക്ക രക്ഷപ്പെട്ട് കിട്ടേണ്ടതാണ്. ഇത് അല്ല എന്നിട്ടും റെഡി ആയില്ലെങ്കിൽ അതൊരു ടെക്നീഷ്യൻ തന്നെ കൊണ്ട് കാണിക്കേണ്ടി വരും. ടെക്നീഷ്യനെ കാണിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സെൻസർ, അങ്ങനെ സെൻസറൊക്കെ 2 ലെഗേ ഉള്ളൂ. ആ 2 ലെഗൊക്കെ ഒന്ന് അതുപോലെ തന്നെ പൊളാരിറ്റി നോക്കി ഒന്ന് വെച്ച് നമുക്ക് സോൾവ് ചെയ്താലും നമുക്ക് രക്ഷപ്പെടാം. പിന്നെ ഉള്ളത് ഒരു ക്രിസ്റ്റലാണ്. ക്രിസ്റ്റൽ കംപ്ലൈന്റ് വരാം. ക്രിസ്റ്റൽ ആ നമ്പർ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് സൈഡിൽ നമ്പർ ഉണ്ട്. ആ നമ്പർ നോക്കിയിട്ട് അതുപോലെ തന്നെ ക്രിസ്റ്റൽ മേടിച്ചിട്ട് വന്നിട്ട് കഴിഞ്ഞാൽ അതും റെഡിയാക്കി എടുക്കാം. പക്ഷെ വീടുകളിൽ എമർജൻസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ കേടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളെപ്പോഴും ഒരു റിമോട്ട് മേടിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു പൗച്ച് ഉണ്ടാവും. ഈ ഒരു പൗച്ച് ഇത് ശരിക്കും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആ റിമോട്ട് മേടിക്കുമ്പോൾ തന്നെ നമ്മൾ അത് അഴിക്കുന്നു, വലിച്ചെറിഞ്ഞ് കളയുന്നു. ഇത് നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ പൗച്ച് എങ്ങനെയാണോ നമ്മൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ വെച്ചിട്ട് അത് ടേപ്പ് വെച്ച് ഒട്ടിച്ച് സുരക്ഷിതമായിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കണം. ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ ഇത് പൗച്ച് ഇല്ലാത്ത പക്ഷം നമ്മൾ ഇതിലൂടെ നമ്മൾ ചായ കുടിക്കുമ്പോൾ, നമ്മൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതിനകത്തൊക്കെ ഈ റിമോട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറാം. ഈ വെള്ളം കയറുമ്പോഴാണ് ഒരു 90% റിമോട്ട് കേടാവുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? റിമോട്ട് നമ്മൾ എപ്പോൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ നോക്കിയാലും നമ്മൾ ഈ ഒരു പൗച്ച് നമ്മൾ മസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കണം. അല്ലാതെ നിങ്ങൾ റിമോട്ട് ഉപയോഗിക്കരുത്. റിമോട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് കമ്പൾസറി ആണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ നിങ്ങൾക്ക് ഈ റിമോട്ടിനകത്ത് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ആ റിമോട്ട് ഒരു 99% കേടാവാനുള്ള ചാൻസ്, നിലത്ത് വീണാൽ കേടാവും. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഈ റിമോട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ട് നിങ്ങൾ നിലത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആവുമല്ലോ എന്ന് എന്നോട് ചോദിക്കരുത്. അറിയാമല്ലോ, വെള്ളം കയറുന്ന പോലുള്ള കുറച്ച് കാര്യങ്ങൾ കുറഞ്ഞു കിട്ടും. റഫ് യൂസ് ആണ് നമ്മുടെ വീട്ടില്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ലൈഫ് കൂടുതൽ കിട്ടും. ആൻഡ്രോയിഡ് ടിവിയുടെ ഒക്കെ റിമോട്ടുകൾ പ്രത്യേകിച്ചും ഈ ഒരു കവർ വേണം. ഓക്കെ, താങ്ക് യു.